സുൽത്താൻ ബത്തേരിയിൽ വീട് കത്തിനശിച്ചു. ചീരാൽ കൊഴുവണ ആലിങ്കൽ ജോർജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ആളപായമില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വീട് പൂർണ്ണമായി കത്തിനശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? സുർജിത്ത്, ഇന്ന് വൈകിട്ട് 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജോർജും കുടുംബവും നേരത്തെ താമസിച്ചിരുന്ന വീടായിരുന്നു ഇത്. ഇവിടെ വിളവെടുത്ത കാർഷിക വിളകളാണ് സൂക്ഷിച്ചിരുന്നത്. തീപിടുത്തത്തിൽ ഇവ പൂർണ്ണമായും നശിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി ഇപ്പോൾ കണക്കാക്കുന്നത്. തീ പടരുന്നത് കണ്ട് ഇവിടെ താമസിച്ചിരുന്ന ജോലിക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വിവരമറിഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും സാങ്കേതിക തകരാറ് മൂലം ആദ്യമെത്തിയ വാഹനത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ സാധിച്ചില്ല. തുടർന്ന് രണ്ടാമത് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. അപ്പോഴേക്കും വീട് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അടുപ്പിൽ നിന്ന് തീ പടർന്നതാണ് എന്നുള്ള സംശയമാണ് ഉള്ളത്. കത്തി നശിച്ച വീടിന് സമീപത്തെ പുതിയ വീട്ടിലാണ് ജോർജും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ വീട് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. സുർജിത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.